വാക്യവും കൂടെ നാം പഠിക്കുമ്പോൾ തീച്ചൂള അല്ലെങ്കിൽ അഗ്നിശോധന നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതയ്ക്ക് സാദൃശ്യമാണ് എന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. യശയ്യാപ്രവചനം 48-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ കഷ്ടത എന്ന തീച്ചൂള എന്നുള്ള ഒരു പ്രയോഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചാൽ അവിടെ കഷ്ടത എന്ന എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് ഇയ്യോബ് അവിടെ പ്രസ്താവിച്ചിരിക്കും നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ തീച്ചൂള എന്നുള്ളത് ഒരു ദൈവവചനോടുള്ള ബന്ധത്തിൽ കഷ്ടത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായ കഷ്ടതയോട് സാദൃശ്യമാകുന്നുവെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന വിഷയമാണ്. അതുപോലെ രണ്ടാമതായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതായ മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് തീച്ചൂളയിലേക്ക് ഇടപെട്ടതായ ഈ 3 ബാലന്മാർ ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ജീവിതത്തിൽ അവരെ ദഹിപ്പിച്ചില്ല എന്നുള്ളത് ഒരു പ്രത്യേക വിഷയമാണ്. അതേ സമയം അതിന്റെ ജ്വാല ഏറ്റ വളരെ ബലശാലികളായ അവരെടുത്തിട്ടതായ ശാരീരികമായിട്ടുള്ള ബലമുള്ളവരെ അതിന്റെ ജ്വാല ദഹിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ അർത്ഥം ദൈവമക്കളുടെ ജീവിതത്തിൽ നേരിടുന്നതായ കഷ്ടതയുടെ ഒരംശം മതി ദൈവത്തെ അറിയാത്തവർക്കത് സഹിച്ചു നിൽക്കുവാൻ കഴിയാതെ അവരതിൽ നശിച്ചു പോകുമ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ പരീക്ഷയുടെ ആഴം എത്ര വർദ്ധിച്ചാലും അവര് നിർഭയമായി അതിൽ കാക്കപ്പെടുന്നുവെന്നുള്ളത് ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു പ്രത്യേക വിഷയമാണ്. അടുത്തതായിട്ട് മൂന്നാമതായിട്ട് മറ്റൊരു ആത്മീയ പാഠം എന്നുള്ളത് 7 മടങ്ങ് ചൂളയുടെ ചൂട് വർദ്ധിപ്പിച്ചിട്ടും ഇവരെ ബന്ധിച്ചിരുന്നതായ ആ കെട്ടുകൾ പൊട്ടിയതായിട്ട് കാണാൻ കഴിയും. അതേസമയം അവരുടെ വസ്ത്രത്തിനോ മുടിനാരിനോ പോലും യാതൊരു, എന്നാൽ അവരെ ലോകം കെട്ടിയ മറ്റുള്ളവർ അവരെ കെട്ടിയതായ കെട്ടുകൾ എന്ത് ചെയ്തു? അഴിഞ്ഞു മാറുവാനിടയായി അതിനെ ദഹിപ്പിച്ചു കളഞ്ഞതായിട്ട് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായ കഷ്ടത എന്ന് പറയുന്നത്, ചൂളയുടെ അനുഭവം എന്ന് പറയുന്നത്, ലോകം നമ്മെ കെട്ടിയതായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാനാണ് എന്നുള്ള വസ്തുത നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു ആത്മീയ പാഠം ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതായ കാര്യം എന്ന് പറയുന്നത്, ഈ 3 ബാലന്മാരെ അതിനകത്തിട്ടുവെങ്കിലും നെബൂഖദ്നേസർ രാജാവ് തീച്ചൂളയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ താൻ കണ്ടത് 4-മനായ ഒരു വ്യക്തിയെ കൂടെ താൻ കാണുവാനായിട്ടിടയാ. അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ, തന്റെ ദാസന്മാരെ സഹായിപ്പാൻ ദൈവം 4-മനായിട്ട് ഇറങ്ങി വരുന്നവനായ ദൈവമാണ്. മാത്രമല്ല
നമ്മുടെ കഷ്ടതയിൽ കൂടെ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കർത്താവിനെ കാണുവാൻ ദൈവം മുഖാന്തരമായിട്ട് അത് ഒരുക്കുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിരിക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൂടാതെ ഈ അധ്യായത്തിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ അഗ്നിയോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട്. അഗ്നി അല്ലെങ്കിൽ തീയ് വിശുദ്ധ ബൈബിളിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഗ്നി ദൈവവചനത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ മനസ്സിലാക്കുന്നതെന്ന് ഈ അവസരത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. ഒന്നാമതായിട്ട് അഗ്നി ന്യായവിധിയെ കുറിക്കുന്ന ഒരു വസ്തുതയാണെന്ന് നമുക്ക് ഇവിടെ ഗ്രഹിക്കാനായിട്ട് കഴിയും. അഗ്നി പല കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അഗ്നി ദൈവത്തിന്റെ ന്യായവിധിയെ ചിത്രീകരിക്കുന്ന ഒരു വിഷയമാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, ഉൽപ്പത്തി 19:24, വെളിപ്പാട് പുസ്തകം 20:15, ഈ ഭാഗത്തുള്ളതായ വാക്യങ്ങൾ നാം വായിച്ചാൽ അഗ്നി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടുത്തുന്നതായ ഒരു വസ്തുതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ അഗ്നി രണ്ടാമതായിട്ട് വേദപുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തുന്നതായ അവസരങ്ങളിൽ അഗ്നിയിൽ ദൈവം പ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രസംഗിക്കുന്നവർക്കൊക്കെ നല്ല പോയിന്റുകൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. അഗ്നി ദൈവത്തിന്റെ ന്യായവിധിയെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തുന്നതായ അവസരങ്ങളിൽ ദൈവം അഗ്നിയിൽ പ്രത്യക്ഷമാകുന്നത് ദൈവവചനത്തിൽ കാണുന്നതായ മറ്റൊരു കാര്യമാണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും 19-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമൊക്കെ നാം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതായിരിക്കുന്ന ആശയങ്ങൾ ആ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. യഹോവയായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ അഗ്നിയിലാണ് ദൈവം എന്ത് ചെയ്തത്? പ്രത്യക്ഷപ്പെട്ടത്. മോശ ഒരു മുൾപ്പടർപ്പിലേക്ക് നോക്കുമ്പോൾ അത് കത്തുന്നതായിട്ട് മോശയ്ക്ക് കാണാം. പക്ഷേ ഉൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല എന്നുള്ള വസ്തുതയാണ് അവിടെ ഗ്രഹിക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം അഗ്നിയിൽ പ്രത്യക്ഷപ്പെടുന്നതായ അവസരങ്ങൾ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും അഗ്നിയെ സംബന്ധിച്ച് നാം മൂന്നാമതായിട്ട് ചിന്തിച്ചാൽ ദൈവം തന്റെ ജനത്തെ ശുദ്ധീകരിക്കുന്നതിനായിട്ട് പരിശോധനയോടുകൂടെ വെളിപ്പെടുത്തുന്ന അവസരത്തിൽ അഗ്നിയെ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവജനത്തെ ശുദ്ധീകരിക്കുന്നതിനായിട്ട് ദൈവം പരിശോധനയോടുകൂടെ അഗ്നിയെ സാദൃശീകരിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 പത്രോസ് 1-ന്റെ 7-ാം വാക്യം.
നാലാമതായിട്ട് അഗ്നിയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ദൈവം തനിക്ക് യാഗം കഴിക്കുന്ന അവസരങ്ങളിൽ പ്രസാദിച്ചു, യാഗങ്ങളിൽ ദൈവം പ്രസാദിച്ചു എന്നുള്ളതിന്റെ അടയാളമായിട്ട് ദൈവം യാഗപീഠത്തിന്മേൽ അഗ്നി പകരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പല ഭക്തന്മാരും യാഗം നടത്തുന്ന അവസരത്തിൽ ദൈവം യാഗത്തിൽ പ്രസാദിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ദൈവം അഗ്നി അയച്ച് യാഗം ദഹിപ്പിച്ചു എന്നുള്ളതായ അർത്ഥത്തിലാണ് അത് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 38-ാം വാക്യം. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 18-38. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ദൈവസന്നിധിയിൽ പഴയ ഭക്തന്മാര് കഴിച്ചതായിരിക്കുന്ന യാഗങ്ങളിലൊക്കെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി വന്ന് അതിനെ ദഹിപ്പിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം അറിയേണ്ടത് ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, കയീനും ഹാബേലും യാഗം കഴിപ്പാൻ പോയ അവസരത്തിൽ ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു എന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ തീ അവിടെ ഇറങ്ങി വന്ന ആ യാഗത്തെ ദഹിപ്പിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് ചിരിച്ചുകൊണ്ട് നിന്നാണോ? അല്ല. ആ മോനെ എനിക്ക് വലിയ ഇഷ്ടമായി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിന്നാണോ? അതിന്റെ അർത്ഥമല്ല. ദൈവത്തിന്റെ തീ അവിടെ ഇറങ്ങി വന്ന് അവിടെ യാഗത്തെ ദഹിപ്പിച്ചു, അത് ദൈവം പ്രസാദിച്ചു എന്നുള്ളതിന്റെ അടയാളം. അപ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ 3-ാം അധ്യായത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. അതേസമയം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുവാനായിട്ട് വാദ്യ ഉപകരണങ്ങൾ മീട്ടുന്ന സന്ദർഭത്തിൽ ഈ ബാലന്മാർ മാത്രം എന്ത് ചെയ്തില്ല? ഈ ബിംബത്തെ നമസ്കരിച്ചില്ല. അത് രാജാവിന്റെ അടുക്കൽ എത്തുകയും വീണ്ടും ഇവരെ വിളിച്ചിട്ട് നിങ്ങള് കർശനമായി ബിംബത്തെ ആരാധിക്കണം, ആരാധിച്ചില്ലെങ്കിൽ എരിയുന്ന തീച്ചൂളയിൽ നിങ്ങളെ എടുത്തിട്ട് ദഹിപ്പിക്കും എന്ന് രാജാവ് അവരോട് പറഞ്ഞുവെങ്കിലും അവര് പറയുന്ന ഒരു കാര്യം നമുക്കവിടെ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ ദൈവത്തിന് തീച്ചൂളയിൽ നിന്ന് വിടുവിപ്പാൻ ശക്തിയുണ്ട്, കഴിയും. അല്ല, ദൈവത്തിന് അതിന് ഇഷ്ടമായില്ല എങ്കിൽ അന്ന് സംഭവിക്കട്ടെ എന്നുള്ളതായ തീരുമാനം അവരെടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്നാലും നീ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നുള്ളതായ ഉറച്ച തീരുമാനം അവര് എടുക്കുന്നത് കാണാൻ കഴിയും. നോക്കിക്കേ, 1-ാം അധ്യായത്തിൽ പേരുമാറ്റം ഉണ്ടായി, ഭക്ഷണമാറ്റം ഉണ്ടായി. എന്നാൽ 3-ാം അധ്യായത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിലാണ് അവർക്ക് പരിശോധന നേരിടുവാനിടയായി. അവിടെയും ദൈവം അവരെ പരിപാലിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഈ അധ്യായത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നാം ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ ദൈവം നമ്മളെ ഒരിക്കലും ശത്രുക്കളുടെ മുമ്പിൽ കൈവിടുന്ന ദൈവമല്ല. നമ്മെ ദൈവം മാനിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ ആദരിക്കുന്ന ദൈവമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നാണ് കാണുവാൻ കഴിയും.
ഇവിടെ 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഞാൻ പറയട്ടെ, ആ തീച്ചുളയിൽ നിന്ന് അവര് 3 പേരും ഇറങ്ങി വന്നു. അവര് ധരിച്ചിരുന്ന വസ്ത്രത്തിനോ അവരുടെ മുടിനാരിനോ പോലും തീയുടെ മണമേശയില്ല. അത്ര അത്ഭുതകരമല്ലേ? ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാണ്. ശത്രുവിന്റെ മധ്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ദൈവം. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ 3 ബാലന്മാരിറങ്ങി വന്നു. പക്ഷേ 4-മനായി വെളിപ്പെട്ട കർത്താവ് ഇറങ്ങി വന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിന്റെ ഒരു അർത്ഥം പറയട്ടെ, ഇപ്പോഴും കർത്താവ് ആ അഗ്നിയിൽ കാണും, അഗ്നിയിലുണ്ട്. കാരണം ഇനി ആർക്കെങ്കിലും ഈ പരീക്ഷ നേരിട്ടാൽ നിങ്ങൾ ഓർത്തുകൊള്ളണം, കർത്താവ് അഗ്നിയിൽ തന്നെ ഉണ്ട് നമ്മെ സഹായിക്കാനായിട്ട്. ആമേൻ, ഹല്ലേലൂയ. നാളിതുവരെ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടതായ അഗ്നിശോധനയെങ്കിൽ നമ്മൾ വിജയികളായി തീരുവാൻ കാരണം എന്തെന്നറിയാമോ? നമ്മുടെ കർത്താവ് 4-മനായി അഗ്നിശോധനയിൽ നമ്മോട് കൂടെ ഇരുന്നു എന്നാണ് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുന്നത്. ഞാൻ പലപ്പോഴും ഈ വചനം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. കാരണം എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതയുടെ മധ്യത്തിൽ, വിവിധമായ പരീക്ഷയുടെ മധ്യത്തിൽ എന്റെ ശക്തി കൊണ്ട് ഞാൻ ജയിച്ചതല്ല. എന്റെ കർത്താവ് എന്നോട് കൂടെ ഇരുന്നു. അതാണ് എനിക്കിന്ന് രാത്രി നിങ്ങളെ ഓർപ്പിക്കുവാൻ. പല ഇടങ്ങളിൽ കർത്തൃവേലയോടുള്ള ബന്ധത്തിൽ അനുഭവിച്ച ആ കഷ്ടതയുടെ ആഴം എനിക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ എനിക്കൊരു നിശ്ചയമുണ്ട്, എനിക്കൊരു ബോധ്യമുണ്ട്. കർത്താവ് എന്നോട് കൂടെ ഇരുന്നു, കർത്താവിനെ സഹായിച്ചു. ഞങ്ങളുടെ ഇളയ മകൻ അറ്റാക്ക് വന്ന് ഞങ്ങളെ വിട്ടു പോയിട്ട് 8 മാസം കഴിയും. ഒരു വശത്ത് മാനുഷികമായ വേദനയുണ്ടെങ്കിലും എനിക്കൊരു കാര്യം അറിയാം, കർത്താവ് അറിയാതൊന്നും സംഭവിക്കത്തില്ല. കർത്താവ് അറിയാതെ തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ കഷ്ടത വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. കഷ്ടങ്ങളിൽ അവൻ ആരാണ്? ഏറ്റവും അടുത്ത തുണ, അല്ലെ? ഏറ്റവും അടുത്ത തുണ എന്നാ പറഞ്ഞു. കർത്താവ് എത്ര നല്ലവൻ, അല്ലെ? കർത്താവ് എത്ര വിശ്വസ്തനാണ്. നമുക്കടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 1-ാം അധ്യായം ബാബേൽ പ്രവാസം, 2-ാം അധ്യായം സമ്മിശ്ര ലോകബിംബം, 3-ാം അധ്യായം തീച്ചുള, 4-ാം അധ്യായം വൃക്ഷദർശനം. അതാണ് 4-ാം അധ്യായത്തിലെ വിഷയവുമായിട്ട് നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ള 4-ാം അധ്യായം. നമുക്കറിയാം, നെബൂഖദ്നേസർ രാജാവ് 2-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കണ്ടതായ സ്വപ്നമായിരുന്നു ഏത്? സമ്മിശ്ര ലോകബിംബത്തെ സംബന്ധിച്ചുള്ള ആ സ്വപ്നം. എന്നാൽ 4-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവ് കണ്ടതായ മറ്റൊരു സ്വപ്നത്തെ സംബന്ധിച്ചുള്ളതായ പഠനമാണ് 4-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. എന്നാൽ ഈ സ്വപ്നം കണ്ടതായ അവസരത്തിലൊക്കെയും രാജാവ് ആശ്രയിക്കുന്നത് മന്ത്രവാദികളിലും ശകുനം നോക്കുന്നവരിലും കൽദയരിലും ആഭിചാരകന്മാരിലൊക്കെയാണ്. ഈ 2-ാം അധ്യായത്തിൽ സ്വപ്നം മറന്നുപോയിട്ടും ആ സ്വപ്നത്തെ കുറിച്ചും അതിന്റെ വ്യാഖ്യാനവും പറഞ്ഞതായ ഒരു ദാനിയേൽ അവിടെ തന്നെ ഉണ്ട്, അല്ലേ?
രാജാവിനറിയാം ദാനിയേല് സേവിക്കുന്നത് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണെന്ന് രാജാവിന് മനസ്സിലായി. പക്ഷേ ഇവിടെയും താൻ കണ്ടതായ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാനായിട്ട് ഈ ദാനിയേലിനെ അല്ല രാജാവ് ആദ്യം വിളിച്ചത്, അല്ലേ? രാജാവ് വിളിച്ചത് ആരെയാണ്? മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ശകുനവാദികളെയും കൽദരെയൊക്കെയാണ് താൻ ആശ്രയിച്ചത്. അതൊരു ലോക മനുഷ്യന്റെ സ്വഭാവമാകട്ടോ. എന്താന്ന് ചോദിച്ചാൽ, സർവശക്തനായ ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലായാലും അവരാ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഗുണപാഠം. അവർ വീണ്ടും ലോകക്കാരിലാണ് ആശ്രയിക്കുന്നത്, ലോകത്തിലാണ് അവർ ആശ്രയിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ ഒരു കാര്യം ഓർക്കണം. 118-ാം സംഗീതത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്തായിരുന്നു രാജാവ് കണ്ടതായിരിക്കുന്ന ദർശനം? ആരെങ്കിലും ആ ഭാഗം ഒന്ന് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടന്നു പോകാം. 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാമോ ആർക്കെങ്കിലും പ്ലീസ്? കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനമാവിത്. ഭൂമിയുടെ നടുവിൽ ഞാനൊരു വൃക്ഷം കണ്ടു. അത് ഏറ്റവും ഉയരമുള്ളതായിരുന്നു. ആ വൃക്ഷം വളർന്ന് ബലപ്പെട്ടു. അത് ആകാശത്തോളം ഉയരമുള്ളതും സർവ്വഭൂമിയുടെയും അറ്റത്തോളം കാണാവുന്നതും ആയിരുന്നു. അതിന്റെ ഇല ഭംഗിയുള്ളതും ഫലം അനവധിയും ആയിരുന്നു. എല്ലാവർക്കും അതിൽ ആഹാരമുണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങൾ അതിന്റെ കീഴെ തണലിളച്ചു വന്നു. ആകാശത്തിലെ പക്ഷികൾ അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. സകല ജഡവും അതുകൊണ്ട് ഉപജീവനം കഴിച്ചു പോന്നു. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വൃക്ഷം വെട്ടിയിട്ട് അതിന്റെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞ് കായ് ചിതറിച്ചു കളവിൻ. അതിന്റെ കീഴിൽ നിന്ന് മൃഗങ്ങളും കൊമ്പുകളിൽ നിന്ന് പക്ഷികളും പോയിക്കൊള്ളട്ടെ. അതിന്റെ തായ് വേരോ വയലിലെ ഇളംപുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വെച്ചേക്കുവിൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ. അവന് മൃഗങ്ങളോടുകൂടെ നിലത്തെ പുല്ല് ഉപജീവനം ആയിരിക്കട്ടെ. മതി, താങ്ക് യു. ഇവിടെ രാജാവ് കണ്ടതായിരിക്കുന്ന സ്വപ്നത്തെ കുറിച്ചാണ് നമുക്ക് വായിച്ചു കേൾക്കുവാനായിട്ട് ഇടയായത്. ഈ സ്വപ്നത്തിന്റെ അർത്ഥം പറയുവാനായിട്ട് മന്ത്രവാദികളെയും അഭിചാരകന്മാരെയും ശകുനവാദികളെയും ഒക്കെ രാജാവ് വിളിച്ചു വരുത്തിയിട്ടും അവർക്ക് ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന വ്യാഖ്യാനം പറയുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ അവിടെയും ദൈവം ആരെയാണ് ഉപയോഗിച്ചെന്നറിയാമോ? ദാനിയേലിനെയാണ് ദൈവം ഉപയോഗിക്കാനിടയായത്. നമ്മൾ ഈ ഭാഗത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് ദൈവമക്കൾക്ക് ഒരു വലിയ സ്ഥാനം ഉണ്ടെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. പല ഇടങ്ങളിലും ദൈവം തൻ്റെ ഭക്തന്മാരെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ഈ വൃക്ഷത്തിന്റെ ഉയരവും അതിന്റെ വ്യാപ്തിയും ഒക്കെ എന്താണ് അർത്ഥം കാണിക്കുന്നത്?
നെബൂഖദ്നേസർ രാജാവിന്റെ മഹത്വത്തെയും അവന്റെ ആധിപത്യത്തെയുമാണ് ഈ വൃക്ഷത്തിന്റെ ഉയരവും അതിന്റെ ഭംഗിയെല്ലാം വിളിച്ചറിയിക്കുന്നത്. വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ അല്ലെങ്കിൽ ശാഖകൾ സമാന്തര രാജാക്കന്മാരെയും ഇലകൾ ബാബിലോണിന്റെ സൈന്യത്തിലെ ശക്തിയെയും അതിന്റെ കായ്കൾ സാമ്രാജ്യത്തിന്റെ വിപുലമായിരിക്കുന്ന വരവിനെയൊക്കെയാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവിധ പക്ഷികളും കാട്ടുമൃഗങ്ങളും ഈ വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ തന്നെ അതിന്റെ കീഴിലും വസിക്കുന്നതിനാൽ സകല അശുദ്ധിയും എല്ലാ മൃഗീയത്വവും അതിൽ ഉൾപ്പെടുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇത്രയും ഉയരമുള്ളതായ ഇലകളുള്ളതായിരിക്കുന്ന ശാഖകളുള്ളതായിരിക്കുന്ന ഭംഗിയേറിയ ഈ വൃക്ഷത്തെ വെട്ടിയിട്ടതായിട്ടാണ് നമുക്ക് സ്വപ്നത്തിൽ കാണുവാൻ കഴിയും. എന്താ സംഭവിച്ചത്? അതിന്റെ കായ്കളും ഇലകളും എല്ലാം ചിതറിപ്പോയതായിട്ട് കാണാൻ കഴിയും. അതിന്റെ കൊമ്പിൽ വസിച്ചിരുന്ന പക്ഷികളും കീഴിൽ വസിച്ചിരുന്ന മൃഗങ്ങളെല്ലാം അവിടെ നിന്ന് ഓടിപ്പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇതിന്റെ വ്യാഖ്യാനത്തിന്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ: നെബൂഖദ്നേസറിന്റെ മേൽ വലിയ ന്യായവിധി ദൈവം അയക്കുവാൻ പോവുകയാണ്. ന്യായവിധിയുടെ ദയനീയമായ സ്വഭാവമാണ് ഇവിടെ വിവരിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നെബൂഖദ്നേസർ രാജാവിനെ ദൈവം ആ സ്ഥാനത്ത് നിന്ന് തള്ളിയിടും. അത്രയുള്ള കാര്യം. നമുക്ക് ആ അധ്യായം മുഴുവൻ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കൂടെ രാജാവ് ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. എന്നാന്നറിയാമോ? ഈ മനോഹരമായ കൊട്ടാരവും ഈ ബാബിലോണിന്റെ പ്രതാപവും ഒക്കെ എന്റെ ധനമഹാത്മ്യത്താൽ ഉണ്ടായതാണെന്നുള്ളൊരു അഹങ്കാര ചിന്ത രാജാവിന്റെ ഉള്ളിൽ വരാനിടയാണ്. അത്രയേ ഉള്ളൂ സംഭവം. ഈ ചിന്ത രാജാവിന്റെ ഉള്ളിൽ വന്നപ്പോൾ ഉയരത്തിലെ ദൈവം അതറിഞ്ഞു. ദൈവത്തിന് സഹിക്കാൻ വയ്യാത്തൊരു പാപമാണ് നിഗളം. ദൈവത്തിനത് സഹിച്ചു. നമുക്കറിയാം, ദൈവം നിർമ്മിച്ച ലൂസിഫറിന്റെ ഹൃദയത്തിലും ഈ പാപമാ ഉണ്ടായത്. ഓർത്തു നോക്കണം. ദൈവം ഒരു വ്യക്തിയെ ഉയർത്തിയ അവനൊരിക്കലും അത് സ്വയം ഉയർന്നു എന്ന് ചിന്തിപ്പാൻ പാടില്ല. മഹത്വമെല്ലാം ദൈവത്തിന് കൊടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ഉയർത്തുന്നത് ദൈവമാണ്. എല്ലാ പുകഴ്ചയും മഹത്വവും ദൈവത്തിനാണ് അർപ്പിക്കേണ്ടത്. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ താന് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ ദൈവം കൃപ തരുന്നുവെന്നാണ്. അതുകൊണ്ട് ആരുയരുവാൻ ആഗ്രഹിക്കുന്നുവോ ഒരു മാർഗമേ ഉള്ളൂ: ദൈവസന്നിധിയിൽ താണാ മതി. ഇനി ആരെങ്കിലും താഴാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഒരു മാർഗമേ ഉള്ളൂ: തന്നെത്താൻ ഉയർന്നാ മതി. രാത്രി വചനത്തിന് മുമ്പിൽ നമുക്ക് ദൈവസന്നിധിയിൽ താഴാം. നമുക്കൊന്നും പുകഴാനില്ല, ഒന്നും പ്രശംസിക്കാനില്ല, നമ്മുടെ കഴിവല്ല. ഞാൻ സാധാരണ ദൈവമക്കളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: നമ്മുടെ വന്ന വഴി ആരും മറക്കരുത്. നമ്മുടെ ചുവട് മറക്കരുത്.
എവിടെ നിന്നാണ് ദൈവം നമ്മെ ഉയർത്തിക്കൊണ്ട് വന്നതെന്നുള്ളത് ഓർത്ത് നാം ദൈവത്തിന് മഹത്വം അർപ്പിക്കേണ്ടത്, ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ഒരാള് വേറൊരാളെ താഴ്ത്തുന്നത് നമുക്ക് കാണാൻ കഴിയും, അല്ലേ? നമ്മളെ തന്നെത്താൻ നമുക്ക് ദൈവസന്നിധിയിൽ താഴാം. എന്താ സംഭവിച്ചത് നമുക്കറിയാം. നെബൂഖദ്നേസർ രാജാവിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വിഭ്രാന്തി, അല്ലേ? ദൈവത്തിന് ന്യായവിധി അവന്റെ മേൽ വരാനിടയായി. അവന്റെ നീളമായിരുന്നു അതിന്റെ കാരണം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കാളയെപ്പോലെ വെയിലും മഞ്ഞും കൊണ്ട് പുല്ല് തിന്നുന്ന ഒരു മൃഗീയ സത്വമായിട്ട് താൻ പരിണമിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കുറിക്കൊള്ളേണ്ടതായിരിക്കുന്ന കാര്യം. എത്ര ഉന്നതനായ, പ്രതാപത്തോടുകൂടെ ഇരുന്ന, ബുദ്ധിമാനായ, ജ്ഞാനിയായ, പ്രൗഢഗംഭീരനായ ഒരു രാജാവ് സ്വന്തം ബുദ്ധി നഷ്ടപ്പെട്ട് മൃഗത്തെ പോലെ പുല്ല് നിന്ന് 7 വർഷം കാട്ടിൽ ജീവിച്ചു എന്ന് പറയുന്നത് ഓർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഉണ്ടോ? ഒരു മനുഷ്യനെ ദൈവം താഴ്ത്താൻ തീരുമാനിച്ചാൽ എത്ര ദയനീയമായിട്ട് അവൻ താണുപോകുമെന്ന് നമ്മൾ മറന്നു പോകരുത്. വേദപണ്ഡിതന്മാരെല്ലാവരും കൂടെ അഭിപ്രായപ്പെടുന്നത് ഇത് നെബൂഖദ്നേസർ രാജാവിനുണ്ടായ ഒരു പ്രത്യേക ഭ്രാന്തായിരുന്നുവെന്നാണ്. ഒരു പ്രത്യേക ഭ്രാന്ത് അവന് വന്ന് അവനിങ്ങനെ അധപ്പതിച്ചു എന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഈ പലതരം ഭ്രാന്തുണ്ട്. അതിലിവിടെ നെബൂഖദ്നേസറിന് വന്ന ഭ്രാന്ത് എന്ന് പറയുന്നത് ഐക്കാൻത്രോഫി എന്ന് പറയുന്ന ഒരു തരം ഭ്രാന്താ പറയുന്നത്. ഐക്കാൻത്രോഫി. അപ്പം പല ഭ്രാന്തുണ്ട്. പക്ഷെ ഈ ഭ്രാന്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, ഞാനൊരു കാളയാണെന്ന് അങ്ങ് ചിന്തിച്ചു പോയാൽ പിന്നത്തെ ചിന്ത മുഴുവനും കാളയാന്നുള്ള ചിന്തയാ, കേട്ടോ. അപ്പം ഈ ഐക്കാൻത്രോഫി എന്ന് പറയുന്ന ഭ്രാന്തിന്റെ പ്രത്യേകത അതാ. ഒരു പട്ടിയാണെന്ന് ഓർത്താൽ പിന്നെ ചിന്ത മുഴുവൻ ഒരു പട്ടിയാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ തനിക്ക് തോന്നി ഞാനൊരു കാളയായി പോയല്ലോ എന്ന്. എന്തോ എടുക്കാൻ അങ്ങനെ ചിന്ത വന്നാൽ പിന്നെ ആർക്ക് എന്നാ ചെയ്യാൻ പറ്റും? അതിന് മരുന്നൊന്നുമില്ല. ഒരു ദിവസം രാജഭോജനം കൊണ്ടു കൊടുത്തപ്പം രാജാവ് പറഞ്ഞു, എനിക്ക് ഈ ആഹാരത്തോടൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല. അപ്പൊ പരിചാരകന്മാര് ചെവി ചോദിച്ചു. പിന്നെ രാജാവിന് എന്തോ വേണം പറഞ്ഞു, എന്ത് വേണേലും തരാം. അപ്പൊ പറയാണ്, എനിക്ക് ഒരു പിടി പുല്ല് കൊണ്ടുപോവാ, പുല്ല് കൊണ്ടുവന്നാ മതിയെന്ന്. നോക്കണേ, ഇന്നലെ വരെ ശ്രേഷ്ഠ ഭോജനം കഴിച്ചുകൊണ്ടിരുന്ന രാജാവ് ഇപ്പൊ പറയുകയാണ്, പച്ച പുല്ലുണ്ടല്ലോ അത് കൊണ്ടുവന്നാൽ ഞാൻ തിന്നോളാവുന്നു. അങ്ങനെ ആദ്യമൊക്കെ പുല്ല് കൊണ്ടു കൊടുത്തു. തിന്ന് മെല്ലെ രാജാവ് അങ്ങ് ഇറങ്ങി, കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. പിന്നെ രാവും പകലും കാട്ടിലാ താമസം. പുല്ല് തിന്നുകൊണ്ട് അവിടെ താമസിക്കുക. നഖം വളർന്നു, തൂവല് പോലെ ശരീരത്തിൽ നിന്ന് രോമങ്ങൾ വളർന്നു. 7 വർഷം. ദൈവത്തിന്റെ ന്യായവിധി വന്നാൽ ആർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? ആരെ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയും? ദൈവത്തിന്റെ കരം നമ്മെ അനുഗ്രഹിക്കുന്ന കരമാ, ഉയർത്തുന്ന കരമാ. പക്ഷേ അത് ഭാരമായി തീർന്നാൽ അതിൽ നിന്ന് രക്ഷിപ്പാൻ ലോകത്തിൽ ഒരു ശക്തിയും കഴിയത്തില്ല എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കഥയുണ്ട്. ഒരു കഥ, സാധാരണ ഇത് പറയുമ്പോൾ ഒരു കഥ ഓർക്കാറുണ്ട്.
ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നതായ ജവഹർലാൽ നെഹ്റു ഒരിക്കൽ ഈ മാനസിക ആശുപത്രി സന്ദർശിക്കാൻ പോയ ഒരു കഥയാണ്. കാരണം അവരെയൊക്കെ ചെന്ന് കണ്ടിട്ട് പോരാനായിട്ട് പോയതാ. അപ്പൊ ആദ്യത്തെ സെല്ലിൽ കിടക്കുന്ന മാനസിക രോഗിയോട് നെഹ്റു ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പൊ ഈ ഐക്കാൻത്രോഫി എന്ന് പറയുന്ന ഭ്രാന്ത് വന്ന ഒരുത്തനായിരുന്നു അതിനകത്ത് കിടന്നത്. അപ്പോ അവൻ ഈ ചെന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ ഒന്നും അറിയത്തില്ല. അവൻ പറഞ്ഞു, ഞാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി, ഞാനിവിടെ കിടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നെഹ്റുവിന് മനസ്സിലായി ഇവൻ ഏത് ഭ്രാന്താ, ഐക്കാൻത്രോഫിയാണ് മനസ്സിലായി. അപ്പൊ നെഹ്റുജി ചോദിച്ചു, നീ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് ആരാ നിന്നോട് പറഞ്ഞേ? ഉടനെ അവൻ പറഞ്ഞു, ദൈവമാ പറഞ്ഞെന്ന് പറഞ്ഞു. ദൈവമാ പറഞ്ഞു. ഈ ഭ്രാന്ത് വന്നുള്ള കുഴപ്പമായതൊക്കെ കേട്ടോ. അപ്പൊ അടുത്ത സെല്ലിൽ കിടക്കുന്നവൻ ഈ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കുക. നെഹ്റു ചോദിക്കുന്നു, നീ ആരാണ്? ഇവൻ പറയുന്നു, ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ആര് പറഞ്ഞു നീ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് ചോദിച്ചപ്പം അത് ദൈവമാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത സെല്ലിൽ കിടന്നവൻ ഉടനെ വിളിച്ചു പറയാ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. വല്ലതും മനസ്സിലായോ? അടുത്ത സെല്ലിൽ കിടന്നവൻ പറയാ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ അവൻ ആരാന്നും പറഞ്ഞ അവിടെ കിടക്കുന്നേ? ദൈവമാണെന്ന് പറഞ്ഞ് കിടക്കുക. ഇതായി ഭ്രാന്തിന്റെ പ്രത്യേകത എന്നാ ഞാൻ പറഞ്ഞ കഥയുടെ അർത്ഥം. മടങ്ങി വരാം. ദൈവത്തിന്റെ ന്യായവിധി അവന്റെ മേൽ വന്നത് മുഖാന്തരം 7 വർഷം ഒരു കാളയെപ്പോലെ പുല്ല് തിന്ന് അവന്റെ ബുദ്ധി നഷ്ടപ്പെട്ട് അവനൊരു മൃഗീയനായി അവൻ കഴിഞ്ഞുകൂടിയെങ്കിലും ദൈവം അവനെ മടക്കി വരുത്തുന്നതായിട്ട് കാണാൻ കഴിയും. രാത്രി 4-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, ദൈവസന്നിധിയിൽ നമ്മൾ താഴ്മയുള്ളവരായി ജീവിക്കണം. ഈ അധ്യായത്തോടുള്ള ബന്ധത്തിൽ നാം യുഗപരമായ ചെറിയൊരു പ്രാധാന്യം കാണാൻ കഴിയും. യുഗപരമായിട്ടൊരു പ്രാധാന്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ലോകത്തിന്റെ അന്തിമഘട്ടത്തിൽ വരുവാനുള്ളതായ ഒരു ന്യായവിധിയെയാണ് ഇവിടെ ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത്. എല്ലാം സമാധാനവും നിർഭയവും പറഞ്ഞ് ലോകം ആസ്വദിക്കുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ പെട്ടെന്നുള്ള നാശം ലോകത്തിൽ വരുമെന്നുള്ളതായ ഒരു വലിയ മുന്നറിയിപ്പ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിൽ നാം പഠിക്കുന്നത് പോലെ ദൈവസന്നിധിയിലെ ഏത് അവസരങ്ങളിലും താഴ്മയോടെ നമുക്ക് ജീവിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു താഴ്മ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് തന്നെത്താൻ ദൈവസന്നിധിയിൽ താഴാം. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ ഉയർത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതാണ് നെബൂഖദ്നേസറിന്റെ പാഠം 4-ാം അധ്യായത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെ കൈയെഴുത്ത് എന്നുള്ളതായ വിഷയമാണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ഇവിടെ നെബൂഖദ്നേസർ രാജാവിന്റെ കൊച്ചുമകനായിരിക്കുന്ന ബെൽഷസ്സറിന്റെ ഒരു വിരുന്നിനെ സംബന്ധിച്ചാണ് 5-ാം അധ്യായം പറഞ്ഞെന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. ഈ വിരുന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ജഡത്തിന്റെ ഉല്ലാസവും
പ്രാകൃത മനുഷ്യന്റെ വിചാരവിഹീനമായ അവസ്ഥയുമാണ് ഈ അധ്യായത്തിൽ കൂടെ നമുക്ക് പഠിക്കുവാനുള്ളത്. പ്രാകൃത ലോകവും ഇപ്രകാരം ചിന്തയില്ലാതെ ജഡ ഉല്ലാസത്താൽ ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതായ ലോകത്തിന്റെ ആഹ്ലാദത്തിന്റെ മധ്യത്തിൽ വെച്ച് നാശം സംഭവിക്കും എന്നുള്ളതാണ് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ബെൽശസ്സർ രാജാവ് ഒരു വലിയ വിരുന്ന്, 1000 പേർക്ക് ഒരു വലിയ വിരുന്ന് ഒരുക്കി അവരെ സൽക്കരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ സംഭവം. സാധാരണ ആ കാലത്തുള്ളതായ ഓരോ രാജ്യത്തിലെ രാജാക്കന്മാര് തങ്ങളുടെ പ്രൗഢിയും തങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഉയർച്ചയൊക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളതായ വിരുന്നുകൾ സാധാരണ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ബെൽശസ്സർ രാജാവ് എന്ത് ചെയ്തു? ഒരു വിരുന്ന് നടത്തുവാനായിട്ടിടയായി. എന്നാൽ ഇവിടെ വിരുന്നിൽ സംഭവിച്ചതായിരിക്കുന്ന കാര്യം എന്തായിരുന്നു? ദൈവം ഇതിനകത്ത് ആ ബെൽശസ്സർ രാജാവിനെ ശിക്ഷിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? അന്ന് രാത്രി വിരുന്നിനോടുകൂടെ വീഞ്ഞു കുടിക്കുന്നതിന് വേണ്ടി ഏത് പാത്രം ഉപയോഗിച്ചത്? തന്റെ വല്യപ്പനായിരിക്കുന്ന നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിനെ ആക്രമിച്ച സമയത്ത് യെരൂശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന പൊൻവെള്ളി പാത്രങ്ങൾ അദ്ദേഹം എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തു? ബാലിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അതവിടെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നെബൂഖദ്നേസർ രാജാവ് ആ പാത്രത്തോട് അനാദരവൊന്നും കാണിച്ചില്ല. പാത്രം അവിടെ വെച്ചതയുണ്ടായിരുന്നു. എന്നാൽ കൊച്ചുമകന് വിരുന്ന് നടത്തിയപ്പോൾ തനിക്ക് തോന്നി വല്യപ്പൻ കൊണ്ടുവച്ചിരിക്കുന്ന ആ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് വേണം ഇന്ന് രാത്രി വീഞ്ഞൊഴിച്ച് നമുക്ക് കുടിക്കാൻ. അപ്രകാരം പാത്രങ്ങൾ കൊണ്ടുവന്നു. ആ പാത്രത്തിലാണ് ആ വെപ്പാട്ടിമാർക്കും ഭാര്യമാർക്കും തന്റെ അതിഥികൾക്കെല്ലാം വീഞ്ഞൊഴിച്ച് കുടിക്കാൻ കൊടുത്തു. അതാണ് ദൈവം ആ കാര്യത്തിൽ ഇടപെടുവാനുണ്ടായതായിരിക്കുന്ന സംഗതി. ദൈവത്തിന്റെ ആലയത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ പാത്രത്തോട് കാണിച്ച അനാദരവ് ദൈവം കണക്കിടുവാനിടയായി. അത് തന്നെയല്ല, വിഗ്രഹത്തെ രാജാവ് അന്ന് ആരാധിക്കുവാനിടയായി. ഇതാണ് ദൈവം അതിനകത്ത് ഇടപെട്ട കാര്യം. ഒരു പാപം മറ്റൊരു പാപത്തിലേക്ക് വഴി നടത്തുന്നു എന്നുള്ളതാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. അങ്ങനെ രാജാവും തന്റെ പരിവാരവും വിരുന്നിൽ വീഞ്ഞു കുടിച്ച് ആഹ്ലാദിക്കുന്ന സമയത്താണ് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒരു കൈപ്പത്തി ഇറങ്ങി വന്ന് തനിക്കെതിരെയുള്ളതായ ഭിത്തിമേൽ ചില വാക്കുകൾ എഴുതുവാനായിട്ടിടയാണ്. മെനെ മെനെ തെക്കേ ലുഫാസീൻ എന്ന് ഭിത്തിമേൽ എഴുതി. രാജാവിന്റെ മുഖം വിഭ്രാന്തി കൊണ്ട് നിറഞ്ഞു. തന്റെ പാടി എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കുക, ദൈവത്തിന്റെ കരം വന്നിറങ്ങി എഴുതിയ സമയത്ത്
രാജാവും പരിവാരവും പരിഭ്രമിച്ചു പോകുവാനിടയായി. പക്ഷെ അത് രാജാവിന് വായിക്കുവാൻ കഴിയുന്ന ഒരു ഭാഷയായിരുന്നില്ല. അവിടെയും രാജാവ് ആശ്രയിച്ചത് മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ഒക്കെയാണ്. പക്ഷെ അവർക്കാർക്കും വായിക്കുവാൻ കഴിയാത്തൊരു ഭാഷയായിരുന്നു. അവിടെയും ദൈവം ഉപയോഗിച്ചത് ആരെയാണ്? തന്റെ ദാസനായ ദാനിയേലിനെയാണ് ഉപയോഗിച്ചത്. ആ രാജാവിന്റെ വല്യമ്മച്ചി റാണി രാജാവിന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയുള്ളതായ പ്രത്യേക സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട്. മറ്റാരുമല്ല, ഒരു ദാനിയേൽ എന്ന് പറയുന്ന ആളാണ്. അതനുസരിച്ച് ദാനിയേലിനെ വിളിച്ചു വരുത്തി. ദാനിയേലാണ് ആ എഴുത്ത് എന്ത് ചെയ്തത്? വായിച്ചു. മെനെ തെക്കേൽ പാർസിയിൽ എന്ന് വായിക്കുവാനിടയാണ്. വായിച്ചത് മാത്രമല്ല, അതിന്റെ അർത്ഥം കൂടെ രാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കി. ദൈവം നിന്നെ തൂക്കി നോക്കി, നീ തൂക്കത്തിൽ കുറവുള്ളവനാണ്. നിന്റെ സാമ്രാജ്യം ഞാൻ മേദ്യർക്കും പാർസികൾക്കും വിഭാഗിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് വായിച്ച് അതിന് വ്യാഖ്യാനവും പറയുവാനിടയാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, വ്യാഖ്യാനിച്ചില്ലേലും മെനെ എന്ന് പറഞ്ഞാൽ നീ മെന കാണിച്ചെന്നാ അതിന്റെ അർത്ഥമെന്ന് ഞാൻ പറയാറുണ്ട്. കണ്ടോ, അന്ന് രാത്രി രാജാവ് കൊല്ലപ്പെട്ടു. ഞാൻ നേരത്തെ ആ ഭാഗം ഓർപ്പിച്ചതാണ്. മേദ്യ പാർസ്യ സാമ്രാജ്യം, ആ വിഷയത്തെക്കുറിച്ച് നാം ചിന്തിച്ച അവസരത്തിൽ അതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞത് ഓർമ്മ കാണും. ഇന്ന് രാത്രി മേദ്യ പാർസ്യ സാമ്രാജ്യം ഭരണമേറ്റു. ബെൽഷസ്സർ രാജാവ് എന്ത് ചെയ്തു? കൊല്ലപ്പെടുവാനിടയായി. നോക്കുക, ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടുത്തുന്ന ഒരു അധ്യായമായിട്ടാണ് 5-ാം അധ്യായത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തെ മറന്നാൽ, ദൈവത്തെ ത്യജിച്ചു കളഞ്ഞാൽ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ടതായ പുകഴ്ച ദൈവത്തിന് കൊടുത്തില്ല എങ്കിൽ ദൈവത്തിനറിയാം ഒരു വ്യക്തിയെ എങ്ങനെ ന്യായവിധിക്കണം. ദൈവത്തിന് ന്യായവിധിയെ തടയുവാൻ ആരും ഉണ്ടാകത്തില്ല. അതാണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ക്ലാസ്സുകൾ എടുപ്പാനോടത്ത് ബലപ്പെടുത്തിയ കൃപകൾക്കായി നന്ദി പറയുന്നു കർത്താവേ. സ്തോത്രം. കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ, മാനിക്കണമേ അപ്പ. ശുശ്രൂഷ വേലകളൊക്കെ കർത്താവെ അനുഗ്രഹമാക്കി തീർക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും തളർന്നു പോകാതെ, തകർന്നു പോകാതെ ഇത്രത്തോളം കർത്താവിടെ നിലനിർത്തുന്ന വൻകൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ഇനിയും അധികമായി അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഷാൽപാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അനുഗ്രഹിക്കണമേ, ശുശ്രൂഷ മണ്ഡലങ്ങളൊക്കെ അനുഗ്രഹമാക്കി തീർക്കണമേ. പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവസാന്നിധ്യം കൂടിയിരിക്കണമേ. ഐസോടെ ബലത്തോടെ കർത്താവ് നിന്ന് വഴി നടത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സുകളൊക്കെ കർത്താവെ അത് കേട്ട് ഹല്ലേലൂയ കർത്താവെ അത് ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബമായി എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസാന്നിധ്യം കൂടിയിരിക്കണമേ. പോകുന്ന ഇടങ്ങളിലെല്ലാം കർത്താവിന്റെ കരം കൂടിയിരിക്കണമേ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെയും സ്വർഗത്തിലെ ദൈവം അവിടുന്ന് മറുപടി നൽകി സഹായിക്കണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലകളൊക്കെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. ഇതുവരെയും കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറച്ചതിനായി നന്ദി പറയുന്നു. കർത്താവ് ഏൽപ്പിച്ച ഓരോ ദൗത്യങ്ങളും ഇന്ന് രാത്രികാലം ചെയ്തെടുപ്പാൻ സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും സഹായിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇനിയും കർത്താവിടെ ഞങ്ങൾ കാണുവോളം കർത്താവിന്റെ ചിറകടിയെ ഞങ്ങളെ സൂക്ഷിക്കണം, പരിപാലിക്കണം. ഇപ്പോൾ ഞങ്ങൾ താൽക്കാലികമായി പിരിയാ ബന്ധുവായി അവിടെ ഞങ്ങളോട് കൂടെ ഇരുന്ന് സഹായിക്കണം. പ്രാർത്ഥന കേട്ടത് ഓർത്ത് സ്തോത്രം. സകലം യേശുവിൻ നാമത്തിൽ താഴ്മയോടെ യാചിക്കുമ്പോൾ ദയതോന്നി ഉത്തരം വരണമാറാകണം സ്വർഗീയ പിതാവേ. ആമേൻ.